തമിഴിന്ന് ഒരു ത്രില്ലർ സീരീസ് വന്നിട്ടുണ്ട് മോനെ. എന്നടാ പണി വെച്ചിരിക്ക. ദേ ട്വിസ്റ്റ്, ദാ ട്വിസ്റ്റ്, ചറവറ ട്വിസ്റ്റ്. അണ്ണ ജിത്തു ജോസഫ് അണ്ണ മിറാഷ് കണ്ടവർക്ക് അറിയാം. ട്വിസ്റ്റിൽ പൊതിഞ്ഞ സിനിമ എന്നാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത്. ട്വിസ്റ്റ് പണ്ട് പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞാൽ അത് ട്വിസ്റ്റ് ആവില്ല. ഇത് കണ്ട് പടി. കിടു കിടു പറഞ്ഞ വൺ കിടു സീരീസ് റീസെന്റ് ടൈംസിൽ കണ്ട ഏറ്റവും ബെസ്റ്റ് ത്രില്ലർ സീരീസ്. അടിപൊളി സീരീസ് ആണ്. സോ സീരീസിന്റെ പേര് വന്നിട്ട് കുറ്റം പുരിന്തവൻ, ദ ഗിൽറ്റി വൺ. സോണി ലിവിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ഡിസംബർ 5-ാം തീയതിയാണ് അതിന്റെ റിലീസ്. സോ സോണി ലിവ് ആണ് തലേ ദിവസം ഉച്ചയ്ക്ക് തന്നെ ഇറക്കി വിടും. 7 എപ്പിസോഡിന്റെ സീരീസ്. ഒരു എപ്പിസോഡ് ഏകദേശം 1.5 മണിക്കൂറുണ്ട്. ഇപ്പൊ ഞാൻ ഒരു എപ്പിസോഡ് 2 എപ്പിസോഡൊക്കെ കണ്ടിട്ട് കിടക്കാൻ വേണ്ടിയിരുന്ന, കാരണം വൺ സ്റ്റാർ കാസ്റ്റ് ഉള്ള സീരീസ് ഒന്നും അല്ല. പശുപതി, അതേപോലെ തന്നെ വിദ്യാർത്ഥ്, ലക്ഷ്മിപ്രിയ. ബിഗ് ബോസ് മലയാളം ലക്ഷ്മിപ്രിയ അല്ല, ഇത് ലക്ഷ്മിപ്രിയ തമിഴ് ആക്ട്രസ്. മായ സിനിമയിലൊക്കെ ഉണ്ട് ആള്. കിടു പെർഫോമറാ. സോ ഇവരൊക്കെ ഉള്ള സീരീസാണ്. എന്നാ ഒരു എപ്പിസോഡ് കണ്ടു, 2 എപ്പിസോഡ് കണ്ടു, 3 എപ്പിസോഡ് കണ്ടു. ഞാൻ ഒരൊറ്റ അടിക്ക് 7 എപ്പിസോഡും കണ്ടു തീർത്തു. സോ ഇത് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നൊന്നല്ല. ലിറ്ററലി ദിസ് ഇസ് വാട്ട് ഐ ഫെൽറ്റ് ആഫ്റ്റർ വാച്ചിങ് ദ സീരീസ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട സീരീസ് ആണ്. സോ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പ്ലോട്ടാണ്, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് കിടു പറഞ്ഞ കിടു. സോ ഈ സീരീസിൽ ചില മൈന്യൂട്ട് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്, അതൊക്കെ അവർ കണക്ട് ചെയ്തിട്ട് ട്വിസ്റ്റ് ആക്കി മാറ്റിയിരിക്കുന്നതാണ്. എസ്പെഷ്യലി ഒരു 5, 6, 7 എപ്പിസോഡൊക്കെ ആകുമ്പോൾ ട്വിസ്റ്റിന്റെ അയ്യൊരു കളി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ആദ്യം ഒരു കൊലപാതകം ഇയാളാണ് വിചാരിക്കും. അങ്ങനെയായിരിക്കും എല്ലാ തെളിവുകളും. അപ്പൊ ഇയാളാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു വെച്ചാൽ പിന്നെ എന്ത് സീരീസ് കണ്ടിരിക്കുമ്പോൾ അവിടെ ട്വിസ്റ്റ് വേറെ ആളായിരിക്കും. എന്നാൽ വേറെ ആളാണ് കണ്ട് കാണിക്കുമ്പോൾ അവിടെ ട്വിസ്റ്റ്. അത് അതിലേറെ വലിയൊരു ട്വിസ്റ്റ്. അങ്ങനെ ഒരു അടുപ്പിച്ച് 4-5 ട്വിസ്റ്റ് ഉണ്ട്. എല്ലാം കഴിഞ്ഞു പറഞ്ഞിരിക്കുമ്പോൾ ലാസ്റ്റ് വേറൊരു ട്വിസ്റ്റും കൂടി ഉണ്ട്. കിടു സീരീസ് ആണ്. സോ ഈ സീരീസ് തുടങ്ങണ എങ്ങനെയാ വെച്ചാൽ ഒരു ഉത്സവമാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ പശുപതിയും അങ്ങേരുടെ പേരക്കുട്ടിയും കൂടി ചുമ്മാ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. പെട്ടെന്നാണ് ഒരു കൊലപാതകം നടക്കുന്നത് കാണിക്കുന്നത്. പിന്നെ നോക്കണു, ആ കൊലപാതകം നടന്ന ആളുടെ മകളെയും കാണാനില്ല. പിന്നെ നടക്കുന്ന പരിപാടിയൊക്കെയാണ് പറയുന്നത്. ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല ഇങ്ങനെ ആയിരിക്കും ഈ സിനിമ പോണത്, അല്ല സീരീസ് പോണെന്നുള്ളത്. ഐ വാസ് ലൈക്ക് ഇത് ഭയങ്കര പെർഫോമൻസ് ബേസ്ഡ് അല്ലെങ്കിൽ പെർഫോമേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് ആണ് അങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡിന്റെ ലാസ്റ്റ് അവർ ട്വിസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് വേറെ മാറി ട്രാക്ക് എന്ന്. പിന്നീട് ചില സമയത്ത് ഒരു സ്വീറ്റ് ഓഫ് ദി എഡ്ജ് ത്രില്ലർ പോലെ ഇതാവുന്നുണ്ട്. ആൻഡ് ടുവേർഡ്സ് ലാസ്റ്റ് ഒക്കെ മനുഷ്യന് ടെൻഷൻ അടിപ്പിച്ചിട്ട് പണ്ടാറടക്കിയിട്ടുണ്ട്. ഇതിൽ ജാക്കി പറഞ്ഞിട്ടൊരു നായുണ്ട്, കിടു ആയിരുന്നു. പശുപതിയുടെ കാര്യമൊന്നും പിന്നെ എടുത്തു പറയണ്ടല്ലോ. അങ്ങേർക്ക് ഇതൊക്കെ കേക്ക് വാക്ക് സംഭവമാണ്. ദിസ് ഇസ് ജസ്റ്റ് എ കേക്ക് വാക്ക് ഫോർ ഹിം. കാരണം അങ്ങേര് ഇതിൽ കൂടുതൽ ചെയ്തു വെച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി അടിപൊളിയായിരുന്നു. സിദ്ധാർത്ഥിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ അത്യാവശ്യം നൈസാ. ആൻഡ് പശുപതിയുടെ ഭാര്യയായിട്ട് ഒരു ലേഡി അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ എന്താ നമ്മുടെ വീട്ടിലാണ് ഇതൊക്കെ നടന്നതെന്ന് പോലെ തോന്നും. അതെന്താ സംഭവം എന്ന് ഞാൻ പറയില്ല, കണ്ടാൽ മനസ്സിലാവും. 1-2 എപ്പിസോഡ് കണ്ടിട്ട് വലിയ ട്വിസ്റ്റും പരിപാടിയൊന്നും ഇല്ല ഇതെന്തോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 7 എപ്പിസോഡ് ഉണ്ട്. അത്യാവശ്യം പതുക്കെ പോണ സീരീസ് ആണ്. സ്റ്റിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. മറ്റേ ലക്ഷ്മിപ്രിയ നന്നായി പെർഫോം ചെയ്ത്. ഇതിൽ അഭിനയിച്ച എല്ലാവരും അടിപൊളി പെർഫോമൻസാ. ആൻഡ് ഇതിൽ ആരാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ളത് അത് നമ്മളെ കൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ലാസ്റ്റത്തെ ട്വിസ്റ്റ്, ആ മറ്റേ കില്ലറിനെ റിവീൽ ചെയ്യുന്നതൊക്കെ പെട്ട സാധനമായിരുന്നു. സോ വേണ്ടവർ കണ്ടു നോക്കുക. തമിഴ് ഭാഷയിൽ മാത്രമല്ല, മലയാളം, ഹിന്ദി എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. കാരണം സോണി ലിവ് ഒറിജിനൽസ് ആണല്ലോ കിടു സീരീസ് ആട്ടോ. സോ സ്റ്റിൽ ഐ വുഡ് സേ ഗോ വിത്ത് ലെസ് എക്സ്പെക്ടേഷൻ. അപ്പൊ ഒരു വൺ എക്സ്പീരിയൻസ് എന്തായാലും കിട്ടും. സോ ട്രൈ ഇറ്റ് ഔട്ട്. ഒരു സീറ്റ് ഓഫ് ദി എഡ്ജ് ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം.